വീണ്ടും വാർത്തകളിലേക്ക്. കരയാമിട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും നടത്തി. ചന്ദ്രാപിന്നി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. രക്തം നൽകുന്നതിന് പ്രയാസമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ അന്ധവിശ്വാസം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഒരു പ്രയാസമില്ലാതെ നമുക്ക് കൊടുക്കാൻ കഴിയും. 45 കിലോ തൂക്കമുള്ള ഒരാൾക്ക് വേളയിൽ ഒരുപാട് അനുഭവങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചൂലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് രക്തനിർണയ ക്യാമ്പുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദിനേശൻ അറിയാം, കാസ്ക് ചൂലൂരിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തി അന്ന് ലിസ്റ്റ് തയ്യാറാക്കിയ ആളുകളെ തന്നെ ഇപ്പോഴും അന്വേഷിച്ചു വരുന്ന, രക്തം ലഭിക്കുന്നതിന് വേണ്ടി അന്വേഷിച്ചു വരുന്ന ആളുകളുണ്ട്. സേവാ കേന്ദ്രം പ്രസിഡന്റ് അനിൽ പഴൂർ അധ്യക്ഷനായിരുന്നു. IMA മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SM ബാലഗോപാലൻ, EA ഷമീർ, ബിജോയ് പാനാട്ട്, ഷബി മേത്തിൻ എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപിന്നി ഈസ്റ്റ് സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന തിരുനാൾ ദിവ്യബലിക്കും സന്ദേശത്തിനും രൂപത വൈസ് ചാൻസലർ ഫാദർ ജോജു കുറ്റിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടുസദ്യയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ഇഗ്നേഷ്യസ് ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ബേബി തോമസ് തട്ടിൽമണി, സണ്ണി പുളിക്കൻ എന്നിവരും നേതൃത്വം നൽകി. നിരവധി പേരാണ് ഊട്ടുതിരുനാളിൽ പങ്കെടുത്തത്. സുന്നി യുവജന സംഘം കുട്ടമംഗലം യൂണിറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് അബ്ദുസമദ് പൂക്കോട്ടൂർ നടത്തിയ പ്രഭാഷണത്തിന്റെ വീഡിയോ CD പ്രകാശനം ചെയ്തു. കുട്ടമംഗലം AMLP സ്കൂളിൽ നടന്ന ചടങ്ങ് പൊന്നരം ജുമാ മസ്ജിദ് ഖത്തീബ് ഷരീഫ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. കാരണം ഇന്ത്യയിലെ മറ്റു ഇതര സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരള മുസ്ലിങ്ങൾക്ക് കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം, അത് പോട്ടെ, അത് നമുക്ക് ഇവിടെ ചർച്ചയല്ല. കെട്ടുറപ്പുള്ള ഒരു മത നേതൃത്വം പാരമ്പര്യമായിട്ട് തന്നെ ഉണ്ട്. പാരമ്പര്യമായിട്ട് തന്നെ കെട്ടുറപ്പുള്ള ഒരു മത നേതൃത്വം, ഈ പറഞ്ഞ രീതിയിൽ കുഫർ പോയിട്ട് ഒരു കറാഹത്ത് പോലും സംഭവിക്കാത്ത വളരെ പരിശുദ്ധാത്മാക്കളായ നേതാക്കൾ, അവർ നമുക്ക് നേതൃത്വം വഹിക്കുമ്പോൾ. സഫ്വാൻ നിസാമി CD-യുടെ പ്രകാശനം നിർവഹിച്ചു. KA അബൂബക്കർ ഏറ്റുവാങ്ങി. ബാപ്പു വലപ്പാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KH സിദ്ദിഖ്, KK നാസർ, PY സിദ്ദിഖ്, അബ്ദുറഹ്മാൻ മാസ്റ്റർ, KM കുഞ്ഞിബാവ, TP അക്ബർ എന്നിവരും സംസാരിച്ചു. ചാകരക്കോളി ലഭിച്ച മധുരകം കൂളിമുട്ടം ഭജനമഠം ബീച്ചിൽ ഞായറാഴ്ച ചെമ്മീൻ കൊയ്ത്ത്. കടവിൽ നിന്നും മീൻപിടുത്തത്തിന് പോയ ഒട്ടുമിക്ക വഞ്ചികൾക്കും വല നിറയെ ചെമ്മീൻ ലഭിച്ചു. പൂവാലൻ ചെമ്മീനാണ് കൂടുതലും ഇവിടെ ലഭിക്കുന്നത്. 30,000 മുതൽ 70,000 രൂപയ്ക്ക് വരെയുള്ള ചെമ്മീൻ ഓരോ വഞ്ചികൾക്കും ലഭിച്ചു. 100 മുതൽ 160 രൂപ വരെയാണ് കടപ്പുറത്ത് ചെമ്മീന് കിലോയ്ക്ക് വില. ഭജനമഠം ബീച്ചിൽ കഴിഞ്ഞ 1-2 ദിവസമായി ചാകരയുണ്ടെന്നറിഞ്ഞ് കഴിമ്പ്രം മുതൽ കാര വരെയുള്ള സ്ഥലങ്ങളിലെ ചെറുവള്ളങ്ങൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. 40-ലധികം മൂടുവെട്ടി വഞ്ചികളാണ് ഇവിടെ നിന്നും മീൻപിടുത്തത്തിന് ഇറങ്ങുന്നത്.
വീണ്ടും പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ 2 ഇടങ്ങളിലായി വാഹനാപകടം, 4 പേർക്ക് പരിക്ക്. കേരള മഹിളാ സംഘം എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സദസ്സും അവാർഡ് ദാനവും നടത്തി. രാജ്യാന്തര മത്സരത്തിൽ പങ്കെടുക്കുവാൻ തായ്ലൻഡിലേക്ക് തിരിക്കുന്ന ഇന്ത്യൻ വനിതാ വോളിബോൾ ടീമിന് തൃപ്പയാറിൽ യാത്രയയക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.